ഒരു പെൺകുട്ടി ബസ്സിൽ വെച്ചിട്ട് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലിട്ടത് വലിയൊരു സംഭവമാകുകയും അതിനുശേഷം ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്ത സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വളരെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ മാതൃഭൂമിയിലുണ്ട് ബസ്സിൽ ലൈംഗികാതിക്രമം ആരോപിച്ച് വീഡിയോ, യുവാവ് ജീവനൊടുക്കി. ഒരു സ്ത്രീ തന്നെ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാൽ അത് വല്ലാത്തൊരു കഷ്ടമാണ്. ഇന്ന് എന്തു ആവാമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നതും കഷ്ടമാണ്. അതിജീവിതകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ചുറ്റുപാട് മുഴുവൻ. അതിജീവിതൻ എന്ന് പറയുന്ന ഒരാളിപ്പോൾ നമുക്ക് സോഷ്യൽ മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിയും. ഇത് വല്ലാത്തൊരു കഷ്ടമാണ്. ആ വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാവും ആരുടെ ഭാഗത്താണ് തെറ്റെന്ന്. പുരുഷൻ എന്ന് പറയുന്ന ആൾ കുറച്ചകന്നു, സ്ത്രീ എന്ന് പറയുന്ന ആൾ അതിന് കുറച്ച് പിന്നാലെയായിട്ടാണ് ബസ്സിൽ നിൽക്കുന്നത്. ഈ കുട്ടി അപ്പോഴും തൻ്റേതായിട്ടുള്ള കയ്യിൽ ഫോൺ കരുതിയിട്ടുണ്ട്. എന്നിട്ട് ആ ഫോണിൽ പിടിച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പുരുഷൻ്റെ ശരീരത്തിലേക്ക് മെല്ലെ ഇങ്ങനെ ചാഞ്ഞു പോകുന്നതായിട്ടുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവുന്നുണ്ട്. ഈ സ്ത്രീയുടെ ശരീരം പുരുഷൻ്റെ മേലെ തട്ടിയിട്ടാണ് പുരുഷൻ ഇറങ്ങിപ്പോകുന്ന സമയത്ത് കൈ ഇങ്ങനെ ഉണ്ടല്ലോ, അതിൽ തട്ടി ഇങ്ങനെ പോകണം. അപ്പോൾ ഈ കുട്ടി വീഡിയോ എടുക്കുന്നതിനാണ് പ്രാധാന്യം കൊടുത്തത്. മറിച്ച് ഒരു പുരുഷൻ്റെ ശരീരം തൻ്റെ മേലെ തട്ടുന്നു, താൻ മാറി നിൽക്കണം എന്നോ അല്ലെങ്കിൽ തൻ്റേതായിട്ടുള്ള കൈ എൻ്റെ മേലെ തട്ടുന്നു എന്ന് പറയുന്ന ഒരു വാക്കുകളോ ഈ സ്ത്രീ പറയുന്നില്ല, ചെയ്യുന്നില്ല. തൻ്റേതായിട്ടുള്ള ലക്ഷ്യം മുഴുവനും വീഡിയോ എടുക്കുക എന്നുള്ളതാണ്, ഈ പുരുഷനെ അപമാനിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിനെ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഈ സ്ത്രീയുടെ ലക്ഷ്യം. അത് ആ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഈ സ്ത്രീയുടെ മുഖഭാവത്തിലൂടെ മനസ്സിലാവുന്നുണ്ട്. വല്ലാത്ത കഷ്ടമാണ്. എന്നിട്ടോ ഈ പുരുഷനെ അപമാനിക്കുന്ന വിധത്തിൽ വീഡിയോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഴുവൻ പ്രചരിപ്പിച്ച അപമാനം ഭാരം താങ്ങാനാവാതെ ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. ആ പുരുഷൻ്റെ ജീവിതം പോയി. ഇങ്ങനെ ചെയ്യാൻ പാടുമോ? ഇന്നത്തെ ലോകത്ത് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരി ഇറങ്ങി പുറപ്പെട്ടാൽ എന്താ ചെയ്യുക? അല്ലെങ്കിൽ തന്നെ പീഡനം കൊണ്ട് സഹിക്കാനാവാതെ പീഡന വാർത്തകൾ കൊണ്ട് സഹിക്കാൻ കഴിയാതെ TV പോലും നോക്കാൻ പറ്റില്ല എന്നുള്ള മട്ടിൽ, പത്രമാധ്യമങ്ങൾ പോലും വായിക്കാൻ പറ്റില്ല എന്നുള്ള മട്ടിൽ പൊറുതി മുട്ടിയിരിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ ഈ സ്ത്രീയുടെ മനഃപൂർവ്വമായിട്ടുള്ള ഒരു പ്രവർത്തനം കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കൊണ്ട് ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ എത്രമാത്രം വേദനയാണ് നമ്മൾക്കുണ്ടാവുക. അപ്പം അതുകൊണ്ട് അരുത്, ഇങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് തൻ്റെ സുരക്ഷയാണ് വലുതെങ്കിൽ, തൻ്റെ ശരീരമാണ് വലുതെങ്കിൽ ആ ശരീരത്തെ, തൻ്റെ സുരക്ഷയെ കരുതി ഒന്നുകിൽ മാറി നിൽക്കുകയോ അതുമല്ലെങ്കിൽ ഇങ്ങനെയുള്ളതായിട്ടുള്ള സംഭവം വിളിച്ചു പറയുകയോ ചെയ്യുന്ന സ്വഭാവം ഇല്ല. അത് ഇല്ല എന്ന് മാത്രമല്ല, അത് വീഡിയോ എടുത്ത് ചിത്രീകരിച്ച് പുറലോകം അറിയുന്ന മട്ടിൽ പ്രചരിപ്പിക്കുകയും ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന നിലയിലേക്ക് ഈ സ്ത്രീ എത്തി. അപ്പം എത്രമാത്രം നീചമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്? ആലോചിക്കുകയാണ് വേണ്ടത്. സമൂഹത്തിൽ നമ്മൾ ആരെയും ദ്രോഹിക്കരുത്. നമ്മളാൽ ഒരു പുരുഷൻ്റെയോ ഒരു സ്ത്രീയുടെയോ ജീവിതം അധപ്പതിക്കാൻ പാടില്ല. നാം ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുത് എന്ന് കണക്കാക്കി വേണം ജീവിക്കാൻ. ആ പുരുഷനെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബം അനാഥമായില്ലേ? ആ പുരുഷനെ, ആ യുവാവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബം അനാഥമായില്ലേ? തെറ്റ്
ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ആരുടെ ഭാഗത്തുനിന്ന്, പുരുഷനായാലും ശരി സ്ത്രീയുടെ ഭാഗത്തായാലും ശരി ഉണ്ടാവരുത്. നന്ദി, നമസ്കാരം.